സ്വന്തം അമ്മാവനും അമ്മായിയും അവരുടെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നൊരു പെണ്ണ് കാമുകനായി ചേർന്നിട്ട് അവരെ ദാരുണമായി കൊലപ്പെടുത്തിയിട്ട് സ്വന്തം കുഞ്ഞിനെ തന്നെ പീഡിപ്പിക്കാൻ കൂട്ടുനിന്നൊരു അമ്മയും അമ്മമ്മയും. മലപ്പുറം ജില്ലയിൽ സെല്ലുകൾ എന്നും ഫുള്ളായിരുന്നു. വലിയ 2 സെല്ലാണ്. നമുക്കവിടെ പാർപ്പിക്കാൻ സൗകര്യം ഇല്ലാണ്ട് അടുത്തുള്ള കോഴിക്കോട് ജയിലിലേക്കും പാലക്കാട് ജയിലിലേക്കും തന്നെയാണ് വിടുക. അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഉപദേശങ്ങളൊക്കെ ഞാനത് അനുസരിക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ ജയിലിലോട്ട് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാൽ 1-2 പേര്. അതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു അവാർഡായിട്ട് തോന്നുന്നത്. ഈ അങ്ങയുടെ സർവീസ് കാലഘട്ടത്തിൽ ഈ ജയിലിൽ വന്നിട്ടുള്ളതുമായിട്ടുള്ള ഈ പോപ്പുലർ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങേക്ക് അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? എൻ്റെ കാലയളവിൽ സ്വന്തം കുഞ്ഞിനെ തന്നെ പീഡിപ്പിക്കാൻ കൂട്ടുനിന്നൊരു അമ്മയും അമ്മമ്മയും. സ്വന്തം കുഞ്ഞിന് സ്കൂളിൽ പോയി ക്ഷീണിതയാകുമ്പോൾ ടീച്ചർ ചോദിക്കണേ എന്തു പറ്റിയെന്ന്. അപ്പോൾ കുഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പിഞ്ചു കുഞ്ഞാണെന്ന് ഓർക്കണം. അതെൻ്റെ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ അമ്മമ്മയും കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. അവരെ വനിതാ ജയിലിലോട്ട് വിട്ടു. പിന്നെ സ്വന്തം അമ്മാവനും അമ്മായിയും അവരുടെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നൊരു പെണ്ണ് കാമുകനായി ചേർന്നിട്ട് അവരെ ദാരുണമായി കൊലപ്പെടുത്തിയ മാത്രമല്ല വീണ്ടും കാമുകനായിട്ട് ആ സമയത്ത് അവിടെ അവരുടെ വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ കാണിക്കുകയായിരുന്നു. അതൊക്കെ മനസ്സിന് നല്ല വിഷമുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ മെൻ്റൽ ആണ് എന്ന് അഭിനയിച്ച് ഹോസ്പിറ്റലിൽ വന്ന് കിടന്ന് ഇതാരോ ചെയ്തു എന്ന് വരുത്തി അവരെ കുടല് പുറത്തിട്ടിരിക്കുക, കുത്തിയിട്ട് കാമുകനായി ചേർന്നിട്ട് തലയണ വെച്ച് കൊല്ലാൻ ശ്രമിച്ചിരിക്കുക. അതൊക്കെ നല്ല പ്രയാസങ്ങൾ. അവരൊക്കെ ശിക്ഷിച്ച് പോയി. ഇപ്പോഴും ശിക്ഷാപ്രതികളായിട്ട് അവർ കിടക്കുന്നുണ്ട്. അതൊക്കെ വിഷമമാണ്. പിന്നെ ഞാൻ ഇറങ്ങുന്ന സമയം ലാസ്റ്റ് വന്നത് ഇതേപോലെ തന്നെ നമ്മുടെ ഒലവക്കോട് FCIയുടെ അടുത്തുനിന്ന് ഒരു പിഞ്ചു കുഞ്ഞ് 5 വയസ്സ് പോലും ആയിട്ടില്ല എവിടെ നിന്നോ തട്ടിക്കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ പീഡിപ്പിക്കാൻ വേണ്ടി 2 സ്ത്രീകൾ 2 പുരുഷന്മാരും ചേർന്ന് നടത്തിയ ആ ഒരു അക്രമം അത് മനസ്സിൽ നിന്ന് ഇന്നും പോകുന്നില്ല. ആ കുഞ്ഞ് നിലവിളിക്കുമ്പോൾ ഒരുത്തി വായിൽ മണ്ണിട്ട് കൊടുക്കുക ശബ്ദിക്കാതിരിക്കാൻ. അങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്ത് അതൊക്കെ അവരിപ്പോൾ ശിക്ഷിച്ച് പോയിട്ടുണ്ട്. വനിതാ ജയിലിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ പാകപ്പെടുത്തണം. ഇതൊക്കെ സഹിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം കൊണ്ടല്ല. ഇങ്ങനെ ഇവരൊക്കെ ചെയ്തു വരുന്നല്ലോ, ഇവർക്ക് എന്നാ മാനസാന്തരം വരിക എന്ന്. പുറമെ പോയി മാനസാന്തരം വന്ന് ജീവിക്കുന്നവരുണ്ട്. 1-2 പ്രാവശ്യമൊക്കെ വെളിയിൽ നിന്ന് കണ്ടിട്ട് കൊടും ക്രിമിനലല്ല. അകത്ത് വന്ന് വെളിയിൽ പോയ ശേഷം സാറേ ഞാനിപ്പോൾ പണിയെടുത്ത് ജീവിക്കണ എനിക്കൊരു സന്തോഷമുണ്ട് ഇപ്പോൾ ജീവിതത്തിൽ. അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഉപദേശങ്ങളൊക്കെ ഞാനത് അനുസരിക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ ജയിലിലോട്ട് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാൽ 1-2 പേര്. അതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു അവാർഡായിട്ട് തോന്നുന്നത്. വലിയ സന്തോഷം. പിന്നെ നേരിട്ട് പറയാൻ പറ്റാത്ത ചിലവരൊന്നും ഒളിഞ്ഞു നടക്കും കണ്ടാലും. അപ്പോൾ അവർ ആ തെറ്റ് വീണ്ടും ചെയ്യുന്നുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. കാണാത്ത പോലെ മാറിപ്പോവുക, അറിയാത്ത ഭാവം നടിക്കും. അങ്ങനെയും ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയാകുമ്പോൾ നാട്ടിൽ ക്രൈം ചെയ്തവരെ കാണുമ്പോൾ അവർ ഓടി വന്ന് ഞാൻ പറയാറുണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, നിങ്ങളെല്ലാവരും നല്ലവരായി തിരിച്ചു പോകണം, വെളിയിലെത്തിയാലും നല്ലവരായി ജീവിക്കണം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം. അതിനൊരു സുഖമുണ്ട് കുടുംബത്തോടൊപ്പം ജീവിക്കുമ്പോൾ. ജയിലിൽ ഇത്രയും സൗകര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട കോടതി വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റൂ. നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്ക് എപ്പോഴും പുറത്തു പോകാം. ആ സുഖമൊന്നും വേറെ തന്നെയല്ലേ. അപ്പോൾ ഒരിക്കലും ജയിലിലേക്ക് ഇനി വരരുത് കേട്ടോ പറയും. പറഞ്ഞിട്ടൊക്കെ പോകും. 10 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുന്നവരുണ്ട് കഞ്ചാവ് വിറ്റിട്ടൊക്കെ. അട്ടപ്പാടി ഭാഗത്തുനിന്ന് ഈ കഞ്ചാവിൻ്റെ കേസുകളാണ് ധാരാളം വരെ, ചാരായും കഞ്ചാവൊക്കെ. ഇപ്പോൾ അവിടുന്ന് സ്ത്രീകളുടെ വരവ് നിന്നതായിട്ടാണ് ധാരാളം പേര് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതിനൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ട്. മാനസാന്തരം വന്നതാണോ ഇനി ആ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. ഞാൻ വന്നിട്ട് ഇത്ര വർഷമായല്ലോ. ഈ 2-3 ജയിലുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് മഞ്ചേരി, തിരൂര്, പാലക്കാട്. അപ്പൊ ഈ 3 ജയിലുകളിലും ഏറ്റവും കുറവ് കുറ്റവാളികൾ ഉള്ളത് ഏത് ജയിലിലാണ്? പറയാൻ പറ്റില്ല. ആ ജില്ലയിൽ മലപ്പുറം ജില്ലയിലാണെങ്കിലും നമ്മൾ ആ ജില്ലയിൽ അവിടുത്തെ
ജനങ്ങള് ആരാണോ നമുക്കറിയാമല്ലോ. അത് മറ്റു വിഭാഗക്കാരാണ് ഒരുപാടുള്ളത് ന്യൂനപക്ഷത്തിന്റെ. അപ്പൊ അവര് കുറ്റം ചെയ്ത് വരില്ല തോന്നുമ്പോൾ അവരിലാണ് കൂടുതൽ പേരും അവിടെ ക്രൈം ചെയ്ത് വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ പാലക്കാട് കുറവാണ്. പാലക്കാടാണ് പിന്നെയും കുറവായി എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ കാലയളവിൽ മലപ്പുറം ജില്ലയിൽ സെല്ലുകൾ എന്നും ഫുള്ളായിരുന്നു. വലിയ 2 സെല്ലാണ്. നമുക്കവിടെ പാർപ്പിക്കാൻ സൗകര്യം ഇല്ലാണ്ട് അടുത്തുള്ള കോഴിക്കോട് ജയിലിലേക്കും പാലക്കാട് ജയിലിലേക്കും തന്നെയാണ് വിടുക. അപ്പം പിന്നെ ഓരോ സമയവും സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ വരിക. അങ്ങ് ഈ ജോലിയിൽ നിന്ന് റിട്ടയറായി ഇപ്പം വേറൊരു ഇതില് ഒരു ജനങ്ങളെ സേവിക്കുന്ന ഒരു വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. ഇവിടെ സംതൃപ്തി കിട്ടിയിരുന്നത് ഈ ജയിലിൽ ഉള്ള വർക്കിലാണോ ഇപ്പോഴുള്ളതിലാണോ അങ്ങേക്ക് സംതൃപ്തി കൂടുതൽ കിട്ടുന്നത്? തീർച്ചയായും ഇപ്പോഴത്തെ ഈ സേവനം. എൻ്റെ പാവപ്പെട്ട ഒരുപാട് ജനങ്ങൾ, അവർക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പ് അത് അത്യാവശ്യമാണെന്ന് എനിക്കറിയാം. ജയിലിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതും വാങ്ങിയിട്ട് നമുക്ക് സംഘർഷം മനസ്സിലുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുന്നവരാണ് ആ ജയിലിൽ കിടക്കുന്നത്. നല്ല അവരുടെ ഉള്ളിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ പുറത്ത് കിടക്കാം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ പണി കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇവിടെ അതില്ല. ഇവിടെ എൻ്റെ ജനങ്ങൾ, പഞ്ചായത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. സർക്കാർ കൊടുക്കുന്ന, സർക്കാർ ഉത്തരവുള്ള, പഞ്ചായത്തിൽ നിന്ന് അനുവദനീയമായ കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന പാവപ്പെട്ട എൻ്റെ ഈ ജനങ്ങൾക്ക് അത് എത്തിച്ചു കൊടുക്കുമ്പോൾ ചെയ്തു കഴിഞ്ഞു, അവർക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ട് മനസ്സിന്. അത് 100% ഞാൻ സാറ്റിസ്ഫാക്ഷൻ ആണ് അതിൽ. ഈ ഇപ്പം അങ്ങേയോട്ട് കാണാനും ഈ സംസാരിക്കാനും കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം ഇവിടെ ഈ പല ഇതിലും ഈ ജയിലിനെ പറ്റിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു ഇതിലും വനിതാ ജയിലിനെ പറ്റിയോ അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഈ ജനങ്ങൾക്കൊന്നും അറിയില്ല. എനിക്കും അറിയില്ല. ഇപ്പം അതുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ട്. അവിടെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. എല്ലാവർക്കും വേണ്ട അർഹിക്കുന്നവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചെയ്തുകൊണ്ട് മാനുഷിക പരിഗണന അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പം ജനങ്ങൾക്ക് വരെ ബോധ്യമായിരിക്കുന്നു. ഇപ്പം അങ്ങേ കാണാനും പരിചയപ്പെടാനും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയും കാണാൻ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി. നമസ്തേ. താങ്ക് യു സർ.